സരയു പറഞ്ഞ കാര്യത്തെപ്പറ്റി കൃത്യമായി തന്നെ മിഥുനോട് പറഞ്ഞിരുന്നു സനൂപ്. അതിനിപ്പോൾ എന്താ ചെയ്യാ? അതിനൊരു മാർഗമുണ്ട്. ഞാനിവിടെ അമ്മയോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ആദ്യം ആ കുട്ടിയെ വീട്ടിൽ നീ കാര്യം ധരിപ്പിക്കണം. ഞാനോ? അതെ, എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. എപ്പോഴാ കണ്ടതെന്ന് ചോദിച്ചാ കഴിഞ്ഞ വർഷം വേനൽ മഴയുടെ ഷൂട്ടിങ് ആ നാട്ടിൽ വെച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ എപ്പോഴെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാൽ മതി. അന്ന് അഭിയുണ്ടായിരുന്നല്ലോ എന്നോടൊപ്പം. ഇതൊക്കെ അവർ വിശ്വസിക്കുമോ? എത്രയൊക്കെ പറഞ്ഞാലും ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇത് നടക്കില്ലെന്ന് ഊഹിക്കാം. എന്താണ് വിശ്വാസക്കുറവ്? ഞാൻ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അവളെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നോക്കാം. അതിരിക്കട്ടെ, നിന്റെ വീട്ടിലെങ്ങനെയാ? വീട്ടിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച മട്ടാണ്. ആ കുട്ടി ഒന്ന് കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം. അമ്മ അഭിയോട് ചോദിക്കില്ലേ? സനൂപ് ചോദിച്ചു. ആർക്കും അറിയില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അവിടെ വെച്ച് ഞാൻ കണ്ടു. പിന്നെ ഞാൻ ഇടയ്ക്ക് നാട്ടിൽ വന്നത് ഈ കുട്ടിയെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു. അവളെ കണ്ട് തിരിച്ചു പോവുക മാത്രമായിരുന്നു ഉദ്ദേശം. ഡിവോഴ്സ് ലഭിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ അവളോട് കാര്യം പറയാതിരുന്നത്. അതുകൊണ്ട് എനിക്ക് താല്പര്യമാണെന്ന് നീ മുഖേന ഞാൻ അവളുടെ വീട്ടിൽ അറിയിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി. മിഥുൻ കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞു. എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് വേണം അമ്മയെ ഒന്നുകൂടി ട്രീറ്റ് ചെയ്യാൻ. പ്ലസൻറ്റ് മൈൻഡിലിരിക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് എത്തും. ശരി, ഞാനെന്നാ അങ്ങനെ ചെയ്യാം, സനൂപ് പറഞ്ഞു. ഫോൺ വെച്ചതും അവൻ നേരെ സരീവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. പെട്ടെന്ന് പരിചിതമല്ലാത്തൊരു നമ്പർ വന്നപ്പോൾ സരി ഒന്നും സംശയിച്ചിരുന്നു. എങ്കിലും അവൾ ഫോൺ എടുത്തു. ഹലോ, ഞാനാണ് മിഥുൻ. പെട്ടെന്ന് ഘനഗംഭീരമായ പരിചിതമായ ശബ്ദം കേട്ടപ്പോൾ ഒരു നിമിഷം ശരീരത്തിൽ നിന്നും സർവ്വനാഡീവ്യൂഹങ്ങളും പ്രവർത്തനം നിർത്തിവെക്കുന്നത് അവൾ അറിഞ്ഞു. ഹലോ, കേൾക്കാമോ? റേഞ്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, സാറ് പറഞ്ഞോളൂ. ഓക്കെ, നാളെ ഞാൻ സനൂപിനെ തൻ്റെ വീട്ടിലേക്ക് വിടുന്നുണ്ട്. സാറ് വിളിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു വീട്ടിലെ കാര്യം. വിറയോടെ അവൾ പറഞ്ഞു. അവൻ സംസാരിച്ചു. അവൻ വന്നോളും. തനിക്കൊന്നും അറിയില്ലെന്ന രീതിയിൽ തന്നെ നിന്നാൽ മതി. നമ്മൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് വേണ്ട. പ്രണയം എനിക്ക് മാത്രം തോന്നിയെന്ന് മതി. ഞാൻ തന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഒരു ഫ്രണ്ടിനെ കൊണ്ട് വിവാഹത്തിന് അപ്രോച്ച് ചെയ്യുന്നു. ഞാനൊരു ഡിവോഴ്സി ആയതുകൊണ്ട് തൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? എൻ്റെ സംശയമാണ്. മിഥുൻ ചോദിച്ചു. എനിക്കറിയില്ല സർ. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ വീട്ടുകാരെങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക? അതെനിക്കറിയില്ല. സാറിനെ പോലെ ഒരാൾ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ചിലപ്പോൾ ആരും കൂട്ടാക്കില്ല. ചിലപ്പോൾ അച്ഛനും അമ്മയും പോലും. അവളുടെ വെട്ടിത്തുറന്നുള്ള മറുപടി കേട്ടവൻ ചിരിച്ചുപോയി. ഇഷ്ടത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലല്ലോ സരയു. നമുക്കൊരാളെ ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൊണ്ടല്ല. അത് സംഭവിച്ചു പോകും. എങ്കിലും സാറിനെ പോലെ ഒരാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് ഒരു പൊട്ടക്കണ്ണനും വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? താൻ നല്ല സൗന്ദര്യമുള്ളൊരു കുട്ടിയല്ലേ. ഇഷ്ടപ്പെടാൻ എന്താ പറ്റാത്തത്? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം അവളിലും ഒരു വലിയ നടുക്കം തന്നെയാണ് സൃഷ്ടിച്ചിരുന്നത്. സത്യം പറയാലോ, ഇങ്ങനെ ഒരു പെൺകുട്ടി ഒരിക്കലും എൻ്റെ കൺസെപ്റ്റിൽ പോലും ഉണ്ടായിരുന്നില്ല. അഭിനയമാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിലും തന്നോടുള്ള കുറച്ചു കാലത്തെ സംസാരങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി താൻ നല്ലൊരു കുട്ടിയാണ്. നാളെ ആരെ വിവാഹം കഴിച്ചാലും അയാൾ ഭാഗ്യവാനായിരിക്കും. തന്നെ മനസ്സിലാക്കുന്ന, പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഒരാൾ തന്നെയായിരിക്കും തൻ്റെ ജീവിതത്തിൽ വരിക. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പിന്നെ കാശ് ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ സനൂപിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉടനെ തന്നെ ചെയ്തോളൂ. തൻ്റെ വീട്ടിൽ നിന്ന് റെസ്പോൺസ് അറിഞ്ഞിട്ട് ഞാൻ പ്രസ് മീറ്റ് വിളിക്കുന്നുള്ളൂ. ഒക്കെ അല്ലെങ്കിൽ പിന്നെ അതും ഒരു പ്രശ്നമാകും. ശരി സർ, ശരി. അവൻ ഫോൺ കട്ട് ചെയ്തപ്പോഴും ഇത്ര ഫ്രീ ആയി ആദ്യമായാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് ഓർക്കുകയായിരുന്നു അവൾ. പിറ്റേന്ന് തന്നെ സനൂപ് വരുമെന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് വീടും പരിസരവും ഒക്കെ ചെറിയായി വൃത്തിയാക്കിയിരുന്നു. വൈകുന്നേരമായപ്പോഴാണ് കവലയിലെത്തിയെന്ന് പറഞ്ഞ് സനൂപ് വിളിക്കുന്നത്. ഒരു നിമിഷം മുതൽ ഹൃദയം ക്രമാതീതമായി ഇടിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു.
പെട്ടെന്നൊരു ആഡംബരക്കാർ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നപ്പോൾ ഉമ്മറക്കോലായിൽ കട്ടൻ കാപ്പിയും കുടിച്ചുകൊണ്ടിരുന്ന രാഘവൻ ഒന്നു പകച്ചു. അതിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ ഒരു മുഖപരിചയം തോന്നി. പിന്നീട് ഓർമ്മ പുസ്തകത്തിൽ നിന്നും ആളെ ഓർത്തെടുത്തു അയാൾ. ഡോക്ടർ, തന്നെ ചികിത്സിച്ച ഡോക്ടറാണ് അദ്ദേഹം എന്ന് മനസ്സിലായി. രാഘവനെ കണ്ടപ്പോൾ ഒരു നടുക്കം സനൂപ് കാണിച്ചിരുന്നു. അഭിനയം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാകണമല്ലോ. തൂണിൽ പിടിച്ച് എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു രാഘവൻ. കൈകൾ കൊണ്ട് വേണ്ട എന്ന് സനൂപ് പറഞ്ഞു. ഡോക്ടർ എന്താ ഇവിടെ? രാഘവൻ ചോദിച്ചു. ഇത് ചേട്ടൻ്റെ വീടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സരുവിൻ്റെ വീടല്ലേ? അതെ, സരു എൻ്റെ മോളാണ്. ആണോ? അന്ന് കൂടെ വന്ന കുട്ടി? അതെ. അഭിനയിക്കാൻ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു സനൂപ്. പെട്ടെന്ന് അകത്തു നിന്നും സരു ഇറങ്ങി വന്നു. സനൂപിനെ കണ്ട് അവളൊരു പുഞ്ചിരി നൽകിയിരുന്നു. എങ്കിലും രാഘവനോടാണ് സനൂപ് സംസാരിച്ചത്. സരുവിൻ്റെ അച്ഛനോട് എനിക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനാണ് ഞാനിപ്പോൾ ഇത്രയും ദൂരം വന്നത്. അതിനെന്താ, സാറ് വരൂ, അകത്തേക്കിരിക്കാം, ഇരുന്ന് സംസാരിക്കാം, രാഘവൻ ഉത്സാഹത്തോടെ പറഞ്ഞു. എന്നെ ഒന്ന് പിടിച്ചേ മോളെ. സരുവിൻ്റെ മുഖത്തേക്ക് നോക്കി രാഘവൻ പറഞ്ഞപ്പോൾ യാന്ത്രികമായി അയാളുടെ കൈകളിൽ പിടിച്ച് അകത്തേക്ക് കയറിയിരുന്നു സരയു. എന്താ സാർ? മോളെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്, അവളുടെ മുഖത്തേക്ക് നോക്കി രാഘവൻ പറഞ്ഞു. സനൂപ് അപ്പോഴും ആ വീടിൻ്റെ ഇല്ലായ്മകൾ നോക്കിക്കാണുകയാണ്. പഴയ വീടാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിരുന്നു. ഇടുങ്ങിയ മുറികളും സിമന്റ് കട്ട വച്ച് കെട്ടിയ ചുവരുകളുമായിരുന്നു ആ വീടിന് ആകെയുള്ള അലങ്കാരം എന്ന് പറയാൻ. കതകുകൾക്ക് പോലും വേണ്ടത്ര ഉറപ്പില്ലെന്ന് തോന്നി. വേണ്ട, കുടിക്കാനൊന്നും വേണ്ട, എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്. എന്താ സർ വന്നത്? രാഘവൻ ആകാംക്ഷയേറി. ഞാൻ വന്നതൊരു വിവാഹാലോചനയുമായിട്ടാണ്. വിവാഹാലോചനയോ? അയാളൊന്ന് ഞെട്ടി. അതെ, ചേട്ടൻ്റെ മകൾക്ക് വേണ്ടി. ഒരു നിമിഷം ആ വൃദ്ധൻ്റെ കണ്ണുകൾ ആകാംക്ഷയോടെ വിടരുന്നത് സരിയു നോക്കിയിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരനാണ്. കുറേ കാലങ്ങളായി ഈ കുട്ടി ഇഷ്ടമാണ്. കൃത്യമായി പറഞ്ഞാൽ 1 വർഷമായി മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ഒന്ന് പറയാൻ എന്നെ ഏൽപ്പിച്ചതാണ്. വീടും അഡ്രസ്സും ഒക്കെ അവൻ തന്നെ തന്നു വിട്ടതാണ്. അയ്യോ സാറേ, ഒരു വിവാഹം നടത്താനും മാത്രമുള്ള സാമ്പത്തികമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നതെങ്കിൽ അതൊന്നും അവന് പ്രശ്നമല്ല. അവന് സരീഫിനെ മാത്രം മതി, അത്രയ്ക്കിഷ്ടമാണ്. രാഘവൻ പറയാൻ വന്നത് മുഴുവിപ്പിക്കാതെ പറഞ്ഞു. പിന്നെ ഒരു പ്രശ്നമുണ്ട്, സനൂപ് പറഞ്ഞു. എന്താ സർ? അവനൊരു വിവാഹം കഴിച്ചതാണ്. ഒരു നിമിഷം രാഘവന്റെ മുഖത്തെ പ്രതീക്ഷ മങ്ങുന്നത് സനൂപ് കണ്ടു. എത്ര സമർത്ഥമായാണ് ഡോക്ടർ കള്ളം പറയുന്നതെന്നായിരുന്നു ആ നിമിഷം സരിയു ആലോചിച്ചത്. വളരെ ചടുലതയോടെ, ഒരു ഭാവഭേദവുമില്ലാതെ. സാറേ, 2ാം ഘട്ടം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ചുളിഞ്ഞു. അത് സനൂപ് വ്യക്തമായി കണ്ടു. 2ാം ഘട്ടം പറയുമ്പോൾ ഒരു ദിവസം പോലും ഇല്ലാത്തൊരു വിവാഹം. വിവാഹം കഴിഞ്ഞ് വിവാഹ രാത്രിയിൽ തന്നെ അവർ പിരിഞ്ഞു. ഒരു ദിവസം പോലും ഒരുമിച്ച് ജീവിച്ചിട്ട് പോലുമില്ല. പിന്നെ പറയുമ്പോൾ 2ാം ഘട്ടമാണ്. 1 വർഷമെടുത്തു വിവാഹമോചനം നേടിയെടുക്കാൻ. സനൂപ് പറഞ്ഞപ്പോൾ ആ മുഖത്തെ ആകുലതകൾ മായുന്നത് അവൻ കണ്ടിരുന്നു. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, രാഘവൻ പറഞ്ഞു. അറിയാം. ഓക്കെ ആണെങ്കിൽ പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വിവാഹം കഴിഞ്ഞാലും അവൻ ചെയ്യും. അവൻ അതിനുള്ള കഴിവുണ്ട്, താല്പര്യവുമുണ്ട്. സ്പെക്സ് ഒന്ന് ശരിയാക്കി സനൂപ് പറഞ്ഞു. സാറ് വന്നപ്പോൾ ആളാരാണെന്ന് പറഞ്ഞില്ല. രാഘവൻ ആകാംക്ഷയോട് ചോദിച്ചു. ചേട്ടൻ അറിയാമായിരിക്കും, അവനൊരു സിനിമാ നടനാണ്. ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായൊരു ഞെട്ടൽ സനൂപ് കണ്ടിരുന്നു. സിനിമാ നടനോ? അയാളുടെ സ്വരം പോലും വിറച്ചുപോയി. അതെ, മിഥുൻ മേനോൻ എന്നാണ് പേര്. ചേട്ടനും അറിയാമായിരിക്കും. സാറ് ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി വന്നതാണോ? അറിയാം, ഉൾക്കൊള്ളാനായി ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. പക്ഷേ സത്യമാണ്. കഴിഞ്ഞ വർഷമായിരുന്നു ഇവിടെ വച്ചൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് സോങ് ഷൂട്ടിംഗ് നടക്കുന്നത്. ആ സമയത്ത് അവിചാരിതമായി എപ്പോഴോ ആണ് സരീവിനെ കാണുന്നത്. പിന്നീട് സരീവിനെ കാണാൻ വേണ്ടി മാത്രമായി പലതവണ അവൻ ഈ നാട്ടിൽ വന്നു, സരിയു പോലും അറിയാതെ. സരീവിനെ മാറി ദൂരെ നിന്ന് കണ്ട് തിരികെ പോവുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ അവൻ്റെ വീട്ടിൽ വിവാഹത്തിന് വല്ലാതെ നിർബന്ധിക്കുന്നു. സരിയു അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്നാ അവൻ പറയുന്നത്. അവൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. സനൂപ് പറഞ്ഞു നിർത്തി. തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.